നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീനാക്ഷി ഗോമതിയോട് പറഞ്ഞു, അതെ അനുവിന്റെ റിസൾട്ട് വന്ന് നോക്കിയിട്ട് എന്താണെങ്കിലും ഞാൻ അമ്മയോട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, വേണ്ട, എന്നോടൊന്നും വിളിച്ചു പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമതി മനസ്സ് വിചാരിച്ചു, അനുവിന് നല്ല മാർക്ക് കിട്ടുമായിരിക്കും, കിട്ടണേ എന്റെ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഗോമതി എടുത്തു, എന്തിനാ താൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? തന്നെ ഈ കുടുംബത്തെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയോളല്ലേ, അവൾക്ക് മാർക്ക് കിട്ടിയാൽ എന്താ, കിട്ടിയില്ലെങ്കിൽ എന്താ എന്നൊക്കെ ഒരു ചിന്ത ഗോമതിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അനു മുറിയിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ദൈവമേ, റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്, ഇനി അത് ചെക്ക് ചെയ്യണം. അനു ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അനുവിന് ഭയങ്കര ടെൻഷനാ. ഫോണിനകത്തേക്ക് നോക്കാൻ തന്നെ ഭയമാണ്. അങ്ങനെ ഒടുവിൽ അനുവിന്റെ മാർക്ക് വന്നു. മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ അനുവിന് തുള്ളി ചാടാൻ തോന്നി. 95% മാർക്കുണ്ട്. രക്ഷപ്പെട്ടു. അനു പെട്ടെന്ന് അതെ എല്ലാരെയും കൂടെ വിളിക്കുവാണ്. അവിടെ കിടന്ന് അമ്മേ അമ്മമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും അവരെല്ലാം ഓടി വന്നു. എന്താ മോളെ, എന്താ കാര്യം? അതെ എന്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി, 95% മാർക്കുണ്ട്. നന്ദിത പറഞ്ഞു, ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞു. രാജശ്രീ, നന്ദിത, ഇന്ദിരാമ എല്ലാവരെ അവളെ കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്, അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല മോളെ, ഹലോ കറിഞ്ഞില്ലേ ഇത് എന്ന് ഇന്ദിരാമ ചോദിച്ചു. അത് പിന്നെ അപ്പോഴേക്കും രാജശ്രീ അവിടെ കിടന്ന് വിളിച്ചു, എടാ അലോകെ, നീ ഇത് എവിടെയാ, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അലോക് വന്നു. എടാ നീ അറിഞ്ഞില്ലേ? എന്ത്? എടാ മോളുടെ റിസൾട്ട് വന്നു, അവൾക്ക് 95% മാർക്കുണ്ടെന്ന്. അലോകിന് അന്ന് വലിയ ഇതായിട്ട് തോന്നിയില്ല. അലോ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഇന്ദിരാമ പറഞ്ഞു, എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലാത്ത? ഒന്നുമില്ല അച്ഛമ്മ. കണ്ടില്ലേ, മോള് മിടിക്കാന്നുള്ള കാര്യം വീണ്ടും തെളിയിച്ചിരിക്കുക. 95% മാർക്കാ കിട്ടിയിരിക്കുന്നേ. അപ്പോഴേക്കും അനു പറഞ്ഞു, അതെ അലോകിന് സന്തോഷമുള്ള കാര്യം തന്നെയാ അമ്മമ്മേ. അലോക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ സമ്മാനമൊക്കെ വാങ്ങിത്തരാന്ന്. അല്ല അലോക് എന്ന് ചോദിച്ചു. അലോക് പെട്ട് നിൽക്കുകയാണ്, എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അപ്പോഴേക്കും നന്ദിത് പറഞ്ഞു, ഓഹോ അമ്പടെ കള്ള, എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുവല്ലേ? നിനക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച സ്നേഹം കാണിക്കാണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ, നാണമല്ലേ നിനക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കളിയാക്കി. അലോക് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴേക്കും അനു പറഞ്ഞു, അതെ അമ്മമ്മ, ഒരു കാര്യമുണ്ട്, എനിക്ക് നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് പൂജകളൊക്കെ നടത്തിക്കോളാന്ന് അമ്മ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അതെ ഇക്കാര്യത്തെക്കുറിച്ച് അമ്മയോടൊന്ന് പറയണം, പിന്നെ എനിക്ക് ക്ഷേത്രത്തിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു, എന്തിനാ മോളെ അപേക്ഷ പോലെ ഇങ്ങനെ പറയണേ, അതിന് ഇപ്പൊ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയിക്കോ. എടാ ലോകെ, മോളെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോ. അത് പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ടമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് കടയിലേക്ക് പോകണം. നീ എന്ത് കടയിലേക്ക് പോകാനായിട്ടാ? അല്ല അത് വല്യച്ഛൻ വിളിച്ചിട്ടുണ്ട് ചെല്ലാനും പറഞ്ഞിട്ട്. നന്ദിത പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ ഒരു കടയിലേക്കും പോണ്ട, മോളെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അനന്തേട്ടനെ ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞു. പിന്നെ അലോകിന് നിരസിക്കാൻ പറ്റുമായിരുന്നോ? അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അലോക അനുവിനെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് മിത്ര ആര്യനും കൂടെ പ്രാക്ടീസ് നടത്തുക. മിത്ര ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, അതെ 8 സെക്കൻഡാ, ഇത് പോരാ, ഒരു 6 സെക്കൻഡിലെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞു. അടുത്ത തവണ ആട്ടെ. അല്ല ഇപ്പൊ ഞാൻ ഫിസിക്കൽ ടെസ്റ്റിന് ഓക്കെ അല്ലേന്ന് ചോദിച്ചു. ഓക്കെയാണ്, പക്ഷെ 6 സെക്കൻഡും കൊണ്ടെങ്കിലും നീ വരണമെന്ന് പറഞ്ഞു. ശരി നോക്കാതെ, പക്ഷെ നന്നായിട്ട് മടുത്താരിയ, ഒരു വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, അതെ അപ്പുറത്തെ ഒരു കരിക്കും കടയുണ്ടല്ലോ, കരിക്ക് ജ്യൂസൊക്കെ കിട്ടുന്ന, അവിടെ പോയി കുടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടേക്ക് വന്നു. ഒരു കരിക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ കരിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആരിനോട് ചോദിച്ചു, നിനക്ക് വേണ്ട ആര്യ? എനിക്ക് വേണ്ട, നീ കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മിത്ര കുടിക്കുന്ന സമയത്ത് ഒരു സ്ട്രോയും കൂടെ വാങ്ങിയിട്ട് ആരിനും അതിനകത്തുനിന്ന് സ്ട്രോ ഇട്ട് വെള്ളം കുടിക്കുകയാണ്. മിത്ര നോക്കി ആരിനെ. രണ്ടുപേരും സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ അവിടെ റൊമാൻറ്റിക് മൂഡിൽ ഇരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അലോക് അതിലൂടെ കാർ ഓടിച്ചുകൊണ്ട് വരുന്നത്. അലോക് ഈ കാഴ്ച കണ്ടു. പെട്ടെന്ന് അലോക് അവിടെ കൊണ്ടുവന്നങ്ങോട്ട് കാർ നിർത്തി. അനു കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരെ. അലോക് പറഞ്ഞു, എനിക്കൊരു കരിക്ക് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, ഒരു കരിക്ക് മേടിച്ചിട്ട് വാ. അതിന് ഞാൻ എന്തിനാ വാങ്ങിക്കണേ? അലോകിനെ കുടിക്കണമെങ്കിൽ അലോക് പോയി കുടിച്ചിട്ട് വാ. അതെ എനിക്കിപ്പോൾ ഇറങ്ങിപ്പോയി കുടിക്കാനൊന്നും പറ്റില്ല, നീ പോയി വാങ്ങിച്ചോണ്ട് വന്നാൽ മതി. തെങ്ങ് നോക്കി ആരായിരിക്കുന്നേ കണ്ടോ? അപ്പോഴേക്കും അനു നോക്കിക്കഴിഞ്ഞപ്പോൾ ആരും ചേട്ടനും മിത്രേശയും കൂടി ഇരിക്കുന്നു. പെട്ടെന്ന് അനുവിന് വല്ലാതായി. രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട, നീ ഒരു കാര്യം ഇറങ്ങി ചെന്നിട്ട് വരാൻ പറഞ്ഞു. മിത്ര പറഞ്ഞു, എന്താ അലോക് ഇത്, ഞാനിപ്പോൾ ഇറങ്ങിപ്പോയാലും എങ്ങനെ ശരിയാന്നേ? അലോക് വേണമെങ്കിൽ പോയി കുടിച്ചിട്ട് വാ. ഓഹോ അപ്പൊ നിനക്ക് ഇറങ്ങാൻ മടിയല്ലേടിന്ന് ചോദിച്ചു. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പറയുന്ന കാര്യം നീ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് അലോ അങ്ങോട്ട് ഇറങ്ങി. അപ്പോഴേക്കും മിത്ര പതുക്കെ ഡോറ് തുറങ്ങി അങ്ങോട്ട് ഇറങ്ങുവാണ്. മിത്ര അവരെ കണ്ടെങ്കിലും നോക്കി നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല.
ആ സമയത്ത് അലോക് ഒന്ന് അവളെ പിടിച്ചൊരു ഒറ്റ തള്ള്. നീ എന്ത് നോക്കി നിൽക്കുവാടി ഇവിടെ? ഏ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് അനുസരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇത് ആര്യം കണ്ടു. ആര്യനെ അങ്ങോട്ട് പാഞ്ഞു വന്നു. എടാന്നും പറഞ്ഞോണ്ട് അലോകിനെ തല്ലാൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ അലോക് പറഞ്ഞു, എന്താ അങ്ങോട്ട് മാറി നിൽക്കുക, ഇതെന്റെ ഭാര്യ, ഞാനും ഭാര്യയും തമ്മിലെ 100,000 പ്രശ്നങ്ങൾ കാണും, അതിന്റെ ഇടയ്ക്കിലേക്ക് കയറാൻ വന്നാണ്ടല്ലോ എന്നും പറഞ്ഞ് ആര്യനെ അവിടെ ചൂണ്ടുവരലെ നിർത്തി. ആര്യന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. നേരത്തെ സ്വഭാവം വെച്ചാണ് ആര്യം കൊടുത്താനും, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആര്യന് പിന്നെ ഒന്നും പറയാൻ പറ്റാതെ ആര്യൻ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. മിത്രയ്ക്കത് മനസ്സിലാവുകയും ചെയ്തു. പെട്ടെന്ന് മിത്ര ആര്യന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, പോട്ടെ ആര്യ, ഭാര്യ ആരും മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അനുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. അനു പെട്ടെന്ന് അലോകിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഈ അലോകിന്റെ ഒരു കാര്യം, ഇത് വെറുതെ തമാശ കാണിച്ചല്ലോ, ഒരു പ്രാങ്ക് ആയിരുന്നേ അല്ലേ അലോകെ? അലോക് ഞാൻ തമ്മിൽ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോകന്റെ കവിളിലൊക്കെ പിടിച്ചൊന്ന് തലോടുവാണ്. ആ സമയത്ത് ആര്യനും മിത്രയും കൂടെ അവരെങ്ങനെ നോക്കി. അപ്പോഴേക്കും അനു പറഞ്ഞു, അത് എന്റെ റിസൾട്ട് വന്നു, 95% മാർക്ക് എനിക്കുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പുറത്തൊന്ന് പോകാനായിട്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞു. അല്ലേ അലോകെ? അലോകിനെ അനുവിനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും മിത്ര ആര്യനോട് പറഞ്ഞു, ആര്യം വന്നേന്നും പറഞ്ഞിട്ട് ആര്യനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. ആ സമയം അലോക് ദേഷ്യത്തോടെ പോയി കാർ എടുത്തു. അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, എനിക്കറിയാം എന്തോ ചതി ചെയ്തിട്ടാണ് അവളെ അവൻ കൈക്കലാക്കിയിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. നമ്മൾക്ക് ആർക്കും അറിയത്തില്ലാത്ത എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അനു ഒരു കാരണവശാലും അല്ലെങ്കിൽ ഇങ്ങനെ പോയി നിൽക്കില്ല. അവന്റെ അടിമയെ പോലെ അവള് നിൽക്കണമെങ്കിൽ എന്തോ പറഞ്ഞ് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും മിത്ര ഇങ്ങനെ ആലോചിച്ചു അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷെ അതിവിടെ പറയാൻ പറ്റില്ലല്ലോ, അവൾക്ക് സത്യം ഇട്ട് കൊടുത്തിരിക്കുന്നതല്ലേ. അതുകൊണ്ട് മാത്രം മിത്ര ഒന്നും പറയാനും പോയില്ല. ആര്യം പറഞ്ഞു, എന്താണെങ്കിലും ഒരു ദിവസം അവൻ എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ കേടും പലിശയും തീർത്ത് കൊടുത്തോളാം. ഇത് ഞാനങ്ങനെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ എന്നൊക്കെ പുലമ്പേറ്റാണ് ആര്യൻ അവിടെ നിന്ന് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം അനു അലോകും കൂടെ പോവാണ്. അലോകിന് ഭയങ്കര സന്തോഷമായിരുന്നു. എടി ഇങ്ങോട്ട് നോക്കടി എന്നൊക്കെ അനുവിനോട് പറഞ്ഞു. കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. നിന്റെ ചേട്ടനിട്ടൊക്കെ ഒരു പണി കൊടുക്കാനായിട്ട് പറ്റിയല്ലോ. അപ്പോഴേക്കും അനു പറഞ്ഞു, പണി കൊടുക്കാൻ പറ്റിയെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എടി അവൻ എന്നെ തല്ലാനായിട്ട് വന്നു, എന്നിട്ട് പറ്റുമോ? ഇല്ലല്ലോ, അവൻ അങ്ങോട്ട് മാറി നിൽക്കുവല്ലേ ചെയ്തേ. അവൻ എന്നെ തല്ലിയായിരുന്നെ കാണായിരുന്നു, അവനെ ഇടിച്ചാൽ ശരിയാക്കിയാനും. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനു പറഞ്ഞു, അത് വെറും തോന്നല് മാത്രം അലോകിന്റെ തോന്നലോ? എടി ആ മിത്ര അവനെ വിളിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ അവൻ ഇന്നേ ശരിയാക്കിയാനും. അതെ, ഞാൻ നിന്റെ കയ്യിലേക്ക് പിടിച്ച എന്തിനാന്നറിയോ? നിന്നെ ഞാൻ പിടിച്ചു മാറ്റി എന്തിനാന്നറിയോ? വെറുതെ എന്റെ ചേട്ടന്റെ കയ്യിലെ തല്ലുകൊണ്ട് നീ അവിടെ തീരണ്ടെന്ന നാണക്കേടല്ലേടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, പിന്നെ അവൻ എന്നെ തല്ലും. അതെ, എന്റെ ചേട്ടന്റെ കയ്യിൽ നല്ല തല്ല് കൊണ്ടിട്ടുണ്ട് നീ, അതിന്റെ ചൂട് നിനക്ക് അറിയാലോ. പെട്ടെന്ന് അലോക് വേർത്തു. എന്താടാ നീ വേർക്കുന്നേ? അതിന്റെ ചൂട് ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടല്ലേ? എടാ, എനിക്കൊരു പോറല് പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചേട്ടന്മാര് പറന്നു വരും. എന്റെ ചേട്ടന്മാർക്ക് ഇപ്പോഴും ഞാനെന്ന് വെച്ച ജീവനടാ. പിന്നെ ഒരു ജീവൻ പോലും. എടാ, നീ എന്നെ ഒന്ന് തോണ്ടി നോക്ക, പിന്നെ ഒന്നും നോക്കത്തില്ല, നിന്നെ ഇടിച്ച് ഇഞ്ച പരുവാക്കുള്ളൂ. എടി, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലടി, ഞാൻ അവരുടെ അളിയനല്ലേ. എടാ, ആ പരിഗണന വെച്ചിട്ട് മാത്രമാണ് നിന്നെ ഒന്നും ചെയ്യാത്തെ. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, എടാ നാണമില്ലാത്തവനെ, ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ അലോകിന്റെ നാളെണ്ണം പറയുന്നുണ്ട്. അനുവിന്റെ വായി വന്നല്ല അനു വിളിച്ചു പറഞ്ഞു. അലോക് ശരിക്കും നാണം കിട്ടും. പിന്നീട് അനു പറഞ്ഞു, എങ്ങാനും എന്റെ ചേട്ടന്മാരുടെ മുന്നിൽ പോയി ഒന്ന് ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇടിച്ച് കൂമ്പു ആട്ടത്തുള്ളൂ, ഇനിയിപ്പോ ഒന്നും നോക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയം അലോക് പറഞ്ഞു, ഇതിനിട്ടുള്ള പണി നിനക്കിട്ട് ഞാൻ തരാന്ന് പറഞ്ഞു. ഇത്തിരി ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അലോക് പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യുക, ആ കടയിൽ പോയി ഒരു കടൽമിഠായി മേടിച്ചിട്ടുണ്ടാ പറഞ്ഞു. എന്താ അലോക് പറയണേ? അത് ഗോമതി സ്റ്റോഴ്സ് ഇല്ലേ, അവിടെ പോയി ഞാൻ എങ്ങനെയാ വാങ്ങുന്നേ? എന്താടി, നിനക്ക് പോയി വാങ്ങിക്കൂടെ? അതിന് എൻ്റെ പൈസയൊന്നുമില്ല. നിന്റെ കടയിൽ പോയി ഒരു കടലമിഠായി വാങ്ങിക്കാൻ എന്തിനാടി നിനക്ക് പൈസ? മര്യാദയ്ക്ക് പോയി വാങ്ങിക്കോ, അല്ല ഇപ്പൊ നിന്നെ കയ്യെ പിടിച്ചാൽ ഇറക്കി വിടും. അലോകെ, വെറുതെ കളിക്കരുത്. എടി, കളിക്കാൻ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, പറയുന്ന അങ്ങോട്ട് അനുസരിക്ക്, മര്യാദ വാങ്ങടിന്ന് പറഞ്ഞു. അനു പറഞ്ഞു, അലോകെ വേണ്ട. വേണ്ടാന്നോ? എന്തിനാടി നീ ഇങ്ങനെ പറയണേ? നിനക്കൂടെ അവകാശപ്പെട്ട കടയല്ലേ, മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞ ഇറങ്ങി പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അലോക് ദേഷ്യപ്പെട്ടു. പിന്നീട് അനുശ്രീ കടലമിഠായി മേടിക്കാനായിട്ട് അങ്ങനെ കടയിലേക്ക് ഇറങ്ങി വന്നു. അനുശ്രീയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലന് കട്ടക്കലിപ്പോയി. ബാലനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ്. ശ്രീദേവിക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോയി. അങ്ങനെ അനുശ്രീ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കടലമിഠായി വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മിഠായില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ, നിന്റെ മുഖം പോലും ഇവിടെ ആർക്കും കാണണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനുശ്രീ പറഞ്ഞു, ഞാൻ കടലമിഠായും കൊണ്ട് പോത്തോളെന്ന് പറഞ്ഞു. ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, എന്താ മോളെ, എന്താ നീ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ? മര്യാദയ്ക്ക് പോകാൻ നോക്കുക, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ.
ധർമ്മം പറഞ്ഞു, എന്താ അനൂത്, ഏ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നീ വേറെ ഏതെങ്കിലും കടയിൽ പോയി വാങ്ങ്. അതുപോലെ തന്നെയായിരുന്നു രാമേട്ടനും. രാമേട്ടൻ പറഞ്ഞു, മോളെ നീ പോവാൻ നോക്ക്, വെറുതെ ബാലിനെ ദേഷ്യം പിടിപ്പിക്കില്ലെന്ന് പറഞ്ഞു. ഇല്ല രാമേട്ടാ, ഞാൻ കടലമുട്ടായി വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, ഇവിടെ ഒരു കടലമിഠായി ഇല്ല, ഒന്നുമില്ല, നിനക്ക് തരാനായിട്ട് ഒരു സാധനമില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, മോളെ നീ പോവാൻ നോക്ക്. ഇല്ല ഇല്ല ശ്രീദേവിച്ചി, എനിക്ക് എന്താണെങ്കിലും മിഠായി കിട്ടിയേ തീരുവോളൂ എന്നും പറഞ്ഞ് നിൽക്കുവാണ്. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം എല്ലാവരും വല്ലാതെ ഇരിക്കുമ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, മോളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ആ സമയം ബാലൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ, ഇവിടെ മിഠായിലോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും അനു പറഞ്ഞു, അതെ എൻ്റെ റിസൾട്ട് വന്നു, എനിക്ക് 95% മാർക്കുണ്ട്, അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം, ബാലിൻ്റെ ഉൾപ്പെടെ സന്തോഷം ഉണ്ടായി. അപ്പോഴേക്ക് ശ്രീദേവി ചോദിച്ചു, സത്യമാണോ മോളേന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. ആ സമയം ബാലൻ പറഞ്ഞു, ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയണേ, അതിൻ്റെ ആവശ്യം എന്താ? അപ്പോഴേക്കും അനു പറഞ്ഞു, അതെ എന്നെ പഠിപ്പിച്ച എൻ്റെ അച്ഛനാ, എന്നെ ഒരു IAS കാരിയാക്കണം എന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ വന്നു പറഞ്ഞേ. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, IAS കാരി ആക്കണം പോലും, എന്നിട്ടാണ് ദേ ഇപ്പൊ കഴുത്തെ കിടക്കുന്ന ഈ ചരടൊക്കെയായിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. നാണം ഉണ്ടോടി നിനക്ക്? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ കഴുത്തേൽ ഈ താലി വീടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് രാമേട്ടൻ പറഞ്ഞു, മോളെ നീ പോവാൻ നോക്ക്, അന്നശ്രീ കടൽമിഠായി ഇട്ടിട്ടോ പോകണമെന്ന ചിന്തയായി. അപ്പോഴേക്ക് ശ്രീദേവി എന്ന് ബാലനോട് പറഞ്ഞു, ഒരു കടലമിഠായി അല്ലേ, അത് കൊടുത്തേക്ക അച്ഛാ. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. എന്താ അച്ഛാ, നമ്മുടെ കടയിൽ വരുന്നവരോട് നമ്മൾ ഇങ്ങനെയാണോ പെരുമാറണ്ടേ? ധർമ്മം പറഞ്ഞു, അത് ശരിയാ, കടയിൽ ശത്രുക്കൾ വന്നാലും മിത്രങ്ങൾ വന്നാലും നമ്മൾ സാധനം കൊടുക്കാറില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശ്രീദേവി ഒരു കടൽമിഠായി എടുത്തുകൊണ്ട് അനുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അനു അതുമായിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അതിന്റെ പൈസ വന്നിട്ട് പോകാൻ പറഞ്ഞു. ഒരു നിമിഷം അനു ഒന്ന് നിന്നു. അനു പറഞ്ഞു, എൻ്റെ ഈ പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ ആ സാധനം ഇവിടെ വെച്ചിട്ട് പോ, പൈസ വന്നിട്ട് പോയാൽ മതി. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എന്താ അളിയത്, അവൾ അതും കൊണ്ട് പോട്ടെ, അങ്ങനെ പോവണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആർക്കും ദാനധർമ്മം ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ബാലച്ച എൻ്റെ പറ്റിൽ എഴുതിക്കോ, അവൾ അതും കൊണ്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. മോളെ നീ അതും കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ബാലനൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അലോ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അലോ വന്നിട്ട് പറഞ്ഞു, എന്താണ് ഇത്ര താമസം, കുറെ സമയമായല്ലോ, ഒരു കടലമിഠായി മേടിക്കാണ്ട് ഇത്ര സമയം പിടിക്കുവോ? ഇതേ മിഠായി കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചു. ഇതെന്താ പഴയതാണോന്ന് ചോദിച്ചു. പഴയതൊന്നും അല്ല, പുതിയതാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഈ കട പഴയതൊന്നും അങ്ങനെ വിൽക്കാറില്ല. പഴയത് വിൽക്കാറില്ല പോലും. അതെ അലോകത്തിൽ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു എക്സ്പയറി ഡേറ്റ് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. നല്ല സാധനം വേറെ നല്ല കടയിൽ നിന്ന് കിട്ടും, ഇവിടുന്ന് മേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും അനുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല. നിന്നോടാ തിരിച്ചു കൊടുക്കാനും പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അനു ഒടുവിൽ ശ്രീദേവിയുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു. ആ സമയം ധർമ്മം പറഞ്ഞു, അലോകെ നീ കുറച്ച് കൂടുന്നുണ്ട്, നീ ഓവർ ആവുന്നുണ്ട് കേട്ടോ, ഇതിനൊക്കെ മറുപടി തരാൻ അറിയത്തില്ലാത്തോണ്ടല്ല. അപ്പോഴേക്കും അലോക പറഞ്ഞു, ഞാൻ കളി തുടങ്ങിയിട്ടുള്ളൂ, ഒന്നും അവസാനിച്ചിട്ടില്ല, കളി തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനും ബാലൻ രൂക്ഷമായിട്ട് അലോകിനെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.